ഹലോ, ഇന്ന് നമുക്ക് വൈറലായിക്കൊണ്ടിരിക്കുന്ന ദുബായ് കുനാഫ പിസ്താഷ്യോ ചോക്ലേറ്റിൻ്റെ റെസിപ്പി വീഡിയോ കണ്ടാലോ? ഈ ഒരു ചോക്ലേറ്റിനെ കുറിച്ച് അറിയുന്നവർ ഒരിക്കലെങ്കിലും ഇതിൻ്റെ രുചിയൊന്ന് അറിയണം എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും അല്ലേ? എന്നാൽ അതിൻ്റെ വില കാരണം അതിന് സാധിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് നമുക്ക് കിട്ടുന്ന സാധനങ്ങൾ വെച്ച് തന്നെ വീട്ടിൽ വെച്ച് ഉണ്ടാക്കി നോക്കാം. ഒറിജിനലിൻ്റെ അത്ര ആയില്ലെങ്കിലും അതിൻ്റെ അടുത്ത് വരെ എത്തിക്കാം. ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും സെയിൽ ചെയ്യാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കിയാലോ? ഞാനിവിടെ ബെൽജിയൻ ചോക്ലേറ്റ് വെച്ചാണ് ചെയ്യുന്നത്. സെയിൽ ചെയ്യാൻ നമുക്ക് പ്രീമിയം ചോക്ലേറ്റ് തന്നെ വേണം. ഞാനിവിടെ ബെൽജിയത്തിൻ്റെ മിൽക്ക് ചോക്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. നല്ല എക്സ്പെൻസീവ് ആണ് കേട്ടോ ഈ ഒരു ചോക്ലേറ്റ്. നമുക്ക് വീട്ടിലുണ്ടാക്കാനാണെങ്കിൽ ഇതുപോലെ ഡയറി മിൽക്കോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് എടുക്കാം. അതൊന്ന് പീസാക്കി ഇതുപോലെ ഒരു ബൗളിൽ ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു പാത്രത്തിൽ തിളച്ച വെള്ളം എടുത്ത് അതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അവിടെ ഇരുന്ന് അത് മെൽറ്റായി വന്നോളൂ. ഇങ്ങനെ ഒരു മോൾഡാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ഓൺലൈൻ വാങ്ങിക്കാൻ കിട്ടും. ഞാൻ സെയിൽ ചെയ്യാനായതുകൊണ്ടാണ് ഈ ഒരു മോൾഡ് എടുത്തത്. വീട്ടിൽ ചെയ്യാനാണെങ്കിൽ നമുക്ക് ചെറിയൊരു ബൗളോ അങ്ങനെ എന്തെങ്കിലും ചെറിയ പാത്രത്തിൽ വേണമെങ്കിൽ ചെയ്തെടുക്കാം. ഡബിൾ ബോയിൽ ചെയ്യാൻ വെച്ച ചോക്ലേറ്റ് മെൽറ്റായി വന്നിട്ടുണ്ട്. ഞാനിവിടെ ജസ്റ്റ് ഡിസൈൻ കൊടുക്കാൻ വേണ്ടി മാത്രം വൈറ്റ് ചോക്ലേറ്റ് കുറച്ച് മെൽറ്റ് ചെയ്ത് അതിൽ ഗ്രീൻ കളറും യെല്ലോ കളറും ആഡ് ചെയ്ത് ഇതുപോലെ ഡിസൈൻ കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് ഒരു ഡിസൈൻ കൊടുത്തെന്ന് മാത്രം. ഇതൊന്ന് ഫ്രീസറിൽ വെച്ച് സെറ്റായ ശേഷം മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ഒഴിച്ച് സൈഡിലൊക്കെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. കുറച്ച് ചോക്ലേറ്റ് മേലെ കവർ ചെയ്തെടുക്കാനായിട്ട് മാറ്റി വെക്കണം. ചോക്ലേറ്റ് തിന്നായിട്ടുള്ള ലെയർ മതി കേട്ടോ. ഇത് സെറ്റാകാൻ വേണ്ടി ഫ്രീസറിൽ വെച്ച് കൊടുക്കാം. ഇത് സെറ്റായി വരുന്ന സമയം നമുക്ക് പിസ്താഷ്യോ ബട്ടറും കുനാഫയും റെഡിയാക്കി എടുക്കണം. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയ കുനാഫ ഡവാണ്. ഇത് റോസ്റ്റഡ് ആണ്, എന്നാലും ബട്ടറിൽ ഒന്നുകൂടെ റോസ്റ്റ് ചെയ്തെടുക്കണം. ഈ കുനാഫയല്ല കേട്ടോ ഞാൻ ഇപ്പോൾ ചെയ്യാൻ എടുക്കുന്നത്. ഞാനിവിടെ റോ കുനാഫയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ 250 ഗ്രാമിന് 250 രൂപ കൊടുത്ത് ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങിയതാണ് കേട്ടോ. നമുക്ക് വീട്ടിൽ ചെയ്യാനാണെങ്കിൽ ഈ കുനാഫ ഡവ് വാങ്ങിക്കാൻ കിട്ടിയില്ലെങ്കിൽ തിന്നായിട്ടുള്ള വെർമിസെല്ലി വെച്ചിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. ഞാൻ ഈ കുനാഫ ഡവ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ട് മെൽറ്റാക്കി എടുക്കാം. അൺസാൾട്ടഡ് ബട്ടറാണ്. ശേഷം ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ഡോ ഇട്ട് കൊടുത്ത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. നല്ല ബ്രൗൺ കളറായി ക്രിസ്പി ആകുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുക്കണം. റോസ്റ്റ് ചെയ്ത ശേഷം ഇത് ചൂടാറാൻ മാറ്റി വെക്കാം. ഇനി നമുക്ക് പിസ്ത ബട്ടർ റെഡിയാക്കി എടുക്കാം. ഇത് ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിയ പിസ്ത ബട്ടറാണ് കേട്ടോ. ഈ ബട്ടർ വെച്ച് ചെയ്യുന്നതിനേക്കാളും എനിക്ക് ടേസ്റ്റായി തോന്നിയിട്ടുള്ളത് പിസ്ത വാങ്ങിയിട്ട് വീട്ടിൽ തന്നെ ബട്ടറാക്കി എടുക്കുന്നതാണ്. അതിന് ഞാൻ 100 ഗ്രാം പിസ്ത എടുത്തിട്ടുണ്ട്. ഇത് തോടൊക്കെ കളഞ്ഞ് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത ശേഷം അതിലേക്ക് ഞാൻ വാങ്ങിച്ചിട്ടുള്ള പിസ്ത ബട്ടർ കൂടെ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ. അല്ലെങ്കിൽ ഈ പിസ്ത വെച്ചിട്ട് തന്നെ നമുക്ക് ഈ ബട്ടർ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതോ അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡോ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇത് നല്ല തിക്കായിട്ടാണ് കിട്ടുന്നതെങ്കിൽ കുറച്ച് പാല് കൂടെ ഒഴിച്ചു കൊടുത്ത് ക്രീമി ആക്കി എടുക്കണം. മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ മിൽക്ക് മെയ്ഡോ പഞ്ചസാരയോ ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ കുറച്ച് പാൽപ്പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനൊരു 2 ഡ്രോപ്പ് ഗ്രീൻ കളർ കൂടെ ആഡ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു കളറിലിരിക്കുന്നത്. കളറ് ചേർക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റിയ ശേഷം നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുനാഫ കൂടിയിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഫ്രീസറിൽ സെറ്റാൻ വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് എടുത്ത് അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. എല്ലാ ഭാഗത്തും ഈക്വലായിട്ട് ഇട്ട് കൊടുക്കണം. അതിനുശേഷം ബാക്കി വന്നിരിക്കുന്ന ചോക്ലേറ്റ് ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുത്ത് എല്ലാ ഭാഗത്തും ഒരുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഫ്രീസറിൽ വെച്ച് സെറ്റാക്കിയെടുക്കാം. അപ്പം നമ്മുടെ കുനാഫ പിസ്താഷ്യോ ചോക്ലേറ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ബെൽജിയൻ ചോക്ലേറ്റും ക്രിസ്പി കുനാഫയും പിസ്തയും എല്ലാം ചേർന്ന് ഒരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ചോക്ലേറ്റ് ലവേഴ്സൊക്കെ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റമാണ്. കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്ക്. ഏകദേശം ഒരു ടേസ്റ്റ് അറിഞ്ഞിരിക്കാമല്ലോ. അപ്പോൾ റെസിപ്പി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. താങ്ക്